പോകുന്ന പോക്ക് കണ്ടാൽ വിചാരിക്കും എന്തിനോ പോകുന്നതാണെന്നുള്ളത്. വേറെ ഒന്നിനുമല്ല, മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. വീടിൻ്റെ മേലെ കയറിയിട്ട് വേണം മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. മാങ്ങയൊക്കെ ഞാൻ അങ്ങനെ നോക്കുകയാണ് എങ്ങനെ പറിക്കും എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളൊരു ചക്ക കണ്ടിട്ടുണ്ടാവും, പഴുത്തിട്ടുണ്ട്. അത് എപ്പം താഴെ വീണെന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. ഞാനത് കൊക്ക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് മാങ്ങ പറിച്ച് നോക്കാമെന്നുള്ളത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് കഴിയുന്ന കാര്യമൊന്നുമല്ല. ഞാനൊരു ഭാഗത്ത് പോകുന്നുണ്ട്, കൊക്ക ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു മാങ്ങ എന്തായാലും കീനല്ലേ എന്ന് വെച്ചിട്ട് മാങ്ങ പറിച്ചിട്ടുണ്ട്. മാങ്ങ നേരെ വീണത് ഞാൻ എവിടെയാണ് നിന്നത് ആടത്തേക്ക് മാങ്ങ വീണിട്ടുണ്ട്. അപ്പം ഞാനിതാ അവിടെ ഇലയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂലൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. ഇതാ മാങ്ങ പറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ ആണ്. നമ്മൾ പേണിയൊക്കെ വെച്ചിട്ടാണ് മാങ്ങ പറിച്ചത്. മുറ്റത്തൊക്കെ മാങ്ങ നിറച്ചും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പെറുക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് ഇടണം. ഇത് കണ്ടപ്പോഴാണ് വിചാരിച്ചൊരു മാങ്ങ മുറിച്ചൊന്ന് നമുക്കൊന്ന് തിന്ന് നോക്കാം എന്നുള്ളത്. ഞാനിതാ മുറിച്ചിട്ട് ഞാൻ അപ്പാട് തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിത് ഒളോറ് മാങ്ങ എന്നാണ് പറയാറ്. നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒളോറ് മാങ്ങ എന്നാണ് പറയാറ്. അപ്പം ഞാൻ അത് കൂടാതെ നമ്മളൊരു ഉപ്പും മുളകും കൂടിയിട്ട് ഒന്ന് തിന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ പഠിച്ചോനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പുളിയും കാര്യങ്ങളൊന്നും അത്ര ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.